ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന KS നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. KSനെ പറ്റി ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം. KS നോട്ടിഫിക്കേഷൻ ഇന്നാണ് വന്നത്, അതായത് 7/3/2025. പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അവസാന തീയതി 9/4/2025 അർദ്ധരാത്രി 12 മണി വരെയാണ്. ഇതിൻ്റെ പ്രായപരിധി 21 മുതൽ 32 വയസ്സ് വരെയാണ് സാധാരണ ആയിട്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദമാണ്. ഇതിൻ്റെ എക്സാം നടക്കുന്നത്, പ്രിലിമിനറി എക്സാം നടക്കുന്നത് ജൂൺ മാസത്തിലാണ്. മെയിൻസ് എക്സാം നടക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. പ്രിലിംസ് എക്സാം മൾട്ടിപ്പിൾ ചോയ്സിലായിരിക്കും. മെയിൻസ് എക്സാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ജാനുവരി 2026 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഫെബ്രുവരി 2026 ഓക്കെ, ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരമാണ്. യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കണം. പിന്നെ വകുപ്പ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഉദ്യോഗത്തിൻ്റെ പേര് KS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി, സ്കീം 1, സ്കീം 2, സ്കീം 3. ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 77,200 രൂപ മുതൽ 1,40,500 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം 31. സ്കീം 1-ന് 11, സ്കീം 2-ന് 10, സ്കീം 3-ക്ക് 10, അങ്ങനെ 31 ഒഴിവുകളാണ് ഉള്ളത്. നിയമന രീതി സ്കീം 1 നേരിട്ടുള്ള നിയമനമാണ്. സ്കീം 2 കേരള സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിലെ പ്രൊബേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള സ്ഥിര അംഗങ്ങളായ ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം. അതായത് സർവീസിലുള്ള പ്രൊബേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള സ്ഥിരം ജീവനക്കാരിൽ നിന്നുമുള്ള നേരിട്ടുള്ള നിയമനമാണ് സ്കീം 2. സ്കീം 3 എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടം 2018 ഷെഡ്യൂൾ 1-ൽ പരാമർശിച്ചിട്ടുള്ള സർക്കാർ വകുപ്പുകളിൽ 1-ാം ഗസറ്റഡ് തസ്തികയിൽ അല്ലെങ്കിൽ അതിനു മുകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ഷെഡ്യൂൾ 1-ൽ പരാമർശിച്ചിട്ടുള്ള പൊതു കാറ്റഗറികളിലെ തത്തുല്യ തസ്തികകളിൽ ഉദ്യോഗം വഹിക്കുന്നവരോ ആയ സർക്കാർ ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കീം 1-ൽ നേരിട്ടുള്ള നിയമനം. അതായത് സർവീസിലൊന്നും ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന സ്ഥിര നിയമനക്കാരിൽ നിന്നുള്ള നിയമനമാണ് സ്കീം 2-ഉം 3-യും. ഓക്കെ, അടുത്തത് പ്രായപരിധി. സ്കീം 1-ന്റെ പ്രായപരിധി 21 മുതൽ 32 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1993-നും 1/1/2004-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. സ്കീം 2 21 മുതൽ 40 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 2/1/1985-നും 1/1/2004-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. സ്കീം 3
സ്കീം 3 അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1/1/2025 50 വയസ്സ് തികയാൻ പാടില്ല. അപ്പം മാക്സിമം 50 വയസ്സ് വരെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം നേരിട്ടുള്ള നിയമനം സ്കീം 1 21/32 ഓക്കെ. വയസ്സിളവ് പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക വിഭാഗക്കാർ ഇവർക്കൊക്കെ വയസ്സിളവുണ്ട്. പട്ടികജാതി പട്ടികവർഗം ആണെങ്കിൽ 5 വർഷം, പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷം പ്രായപരിധി ഇളവുണ്ട്. പിന്നെ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ ഇളവുണ്ട്. പിന്നെ വിമുക്ത ഭടന്മാർക്ക് ഇളവുണ്ട്. അതുപോലെ വിധവകൾക്കൊക്കെ ഇളവുകളൊക്കെ ഉണ്ട് പ്രായപരിധിയിൽ. യോഗ്യത കേരള സർക്കാർ സ്ഥാപിത സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള സർവകലാശാലകൾ അല്ലെങ്കിൽ UGC അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലർ ബിരുദം വേണം. ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡിഗ്രി മുതൽ മുകളിലോട്ടുള്ള ക്വാളിഫിക്കേഷൻസ്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഷെഡ്യൂളിനെ പറ്റി പറയാം. പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് 2025 ജൂൺ 14 പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് പേപ്പർ 1, പേപ്പർ 2 ആയിട്ടാണ്. മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 1.5 മണിക്കൂറാണ് ടൈം ഡ്യൂറേഷൻ ഉള്ളത്. മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് 2025 ഒക്ടോബർ 17-18 തീയതികളിലായിട്ടാണ്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ആയിട്ടാണ് മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത്. അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ്. 2 മണിക്കൂറാണ് ടൈം ഡ്യൂറേഷൻ ഉള്ളത്. പേപ്പർ 1 2025 ഒക്ടോബർ 17 ഫോർനൂൺ, അതായത് രാവിലെയാണ് എക്സാം. പേപ്പർ 2 2025 ഒക്ടോബർ 17 ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. പേപ്പർ 3 2025 ഒക്ടോബർ 18 ഫോർനൂൺ. പേപ്പർ 3യുടെ എക്സാം 2025 ഒക്ടോബർ 18 രാവിലെയാണ് എക്സാം. ഇൻ്റർവ്യൂ നടക്കുന്നത് ജാനുവരിയിലായിരിക്കും. ഇനി ഇതിൻ്റെ സിലബസ് ഒക്കെയാണ്. ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി സിലബസ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലും ഈ PDF ടെലഗ്രാം ചാനലിൽ ഉണ്ട്, അത് നോക്കിയാൽ മതി. ഇപ്പോൾ ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക, ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 9/4/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.